എവിക്ഷൻ പ്രക്രിയയിൽ ഈ വീക്കിലുണ്ടായിരുന്നത് ആദില, നൂറ, നെവിൻ, ജിസേൽ. 4 പേരെയും ആക്ടിവിറ്റി റൂമിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി. ബ്ലൈൻഡ് ഹോൾസ് ധരിക്കാൻ പറഞ്ഞു. അതിനുശേഷം പച്ചയും ചുവപ്പുമായുള്ള നിറങ്ങൾ മിന്നിമറയും. അതിൽ പച്ച ലൈറ്റ് ആരുടെ മുഖത്താണോ അടിക്കുന്നത് അവർ സേവാണ്. ആദ്യം നൂറ സേവായി, അതിനുശേഷം നെവിൻ സേവായി. അതിനുശേഷം ബാക്കി 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്, ജിസേലും ആദിലയും. ബിഗ് ബോസ് ആദിലയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആദില, ഈ വീട്ടിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? അനുമോൾ എന്നാണ് ആദില മറുപടി പറഞ്ഞത്. ബിഗ് ബോസ് അനുമോളോട് പറയുന്നുണ്ട്, അനുമോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരിക. ആദില പറയുന്നുണ്ടായിരുന്നു, അവൾ എക്സ്പ്രഷൻ ഇട്ട് ചളവാക്കും ഇനിയെന്ന്. അടുത്തതായി ജിസേലിനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടായിരുന്നു, ജിസേലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണ്? അപ്പോൾ ജിസേൽ ആര്യൻ്റെ പേരാണ് പറഞ്ഞത്. അങ്ങനെ ബിഗ് ബോസ് ആര്യനോടും പറഞ്ഞു ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ. ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു, പ്രേക്ഷക വിധി കാത്ത് നിൽക്കുന്ന ഇവരിൽ നിങ്ങളുടെ അവസാനത്തെ ഒരു കാഴ്ച എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഇവരോട് എന്താണ് പറയാനുള്ളത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആദ്യം ജിസേലിനോടാണ് പറഞ്ഞത് ആര്യനോട് സംസാരിക്കാൻ. ആര്യൻ പറയുന്നുണ്ട്, എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഇത് അവസാനമാകരുതെന്ന് മാത്രമാണ്. ജിസേൽ ആര്യനോട് പറയുന്നുണ്ട്, പ്ലേ വെൽ, വിൻ ദ ഷോ ആൻഡ് ഫുഡൊക്കെ നല്ലതുപോലെ കഴിച്ചോണമെന്ന് പറയുന്നുണ്ട്. അടുത്തത് അനുമോൾക്കും അതിലേക്ക് എന്താണ് പരസ്പരം പറയാനുള്ളതെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. എനിക്ക് അധികം ഫ്രണ്ട്സൊന്നുമില്ല, ആകപ്പാടെ 2 ഫ്രണ്ട്സേ ഉള്ളൂ, ഇച്ചിരി ഡീപ്പായിട്ടുള്ളത്. അതിൽ നൂറേക്കാളിലും കൂടുതൽ അടുപ്പം എനിക്ക് ആദിലയോടാണ്. ഇവിടെ കാണിക്കുന്നതിൽ കൂടുതൽ സ്നേഹം എനിക്ക് നിന്നോട് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടായിരിക്കുമെന്നും ആദിലയോട് അനുമോൾ പറയുന്നുണ്ട്. നൂറേക്കാളിലും കൂടുതൽ ബോണ്ട് എനിക്ക് ഉണ്ടായത് ആദിലയുടെ അടുത്താണ്, അതെപ്പോഴും ഉണ്ടാകും, എൻ്റെ സ്നേഹം എന്നും നിലനിൽക്കുമെന്ന് അനുമോൾ പറയുന്നുണ്ട്. എൻ്റെ ലൈഫ് ലോങ് എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് ആദിലെ നൂറ ഉണ്ടാവുമെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോയാലും നീ നല്ലോണം കളിക്കണം, നൂറ നല്ലോണം കളിക്കണം, എല്ലാവരും കളിക്കണം. ബേസിക്കലി നിങ്ങൾ 2 പേരും നല്ലോണം കളിക്കണം, വിൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ആദില പറയുന്നുണ്ട്. ആര് വന്നാലും പോയാലും നമ്മൾ പുറത്തിറങ്ങി നല്ലൊരു ബോണ്ട് കീപ്പ് ചെയ്യും, എല്ലാവരും വഴക്കില്ലാതെ നല്ല ഫ്രണ്ട്സായിട്ട് പുറത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് ആദില പറയുന്നുണ്ട്. സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി എന്ന് ആദില പറയുന്നു. ആര്യനോടും അനുമോളോടും ബിഗ് ബോസ് പറയുന്നുണ്ട്, ഒരു സ്നേഹ സന്ദേശം എഴുതി അവിടെ വെക്കുക. 2 പേർക്കും കത്തുകൾ കൈമാറിയതിന് ശേഷം ലിവിങ് റൂമിൽ പോയി ഇരിക്കാൻ ആര്യനോടും അനുമോളോടും പറയുന്നുണ്ട്. കത്തുകൾ ഇപ്പോൾ തുറക്കരുതെന്ന് ബിഗ് ബോസിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ആദില, ജിസേൽ, നിങ്ങളിൽ ഒരാൾ എവിക്ഷനിൽ നിന്നും മുക്തി നേടി ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചു പ്രവേശിക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഒരാൾ ഇപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. ഒരാൾ ഈ ഹൗസിൽ നിന്ന് വിട പറഞ്ഞ് ലാലേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ 2 പേരുടെയും കണ്ണ് കെട്ടി വെച്ചിട്ട് 2 പേരെയും ഒരാളെ പ്രധാന വാതിലിലൂടെ ഹൗസിനകത്തേക്കും ഒരാൾ ലാലേട്ടൻ്റെ അടുത്തേക്കുമാണ് പോകുന്നത്. അപ്പം കൊണ്ടുപോകുന്ന വഴി ആദില ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് എനിക്ക് നൂറേനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോഴേക്കും ഹൗസിലുള്ളവർ മൊത്തം വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്ത് ആരാ വരുന്നതെന്ന്. ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു, ആര്യനും അനുമോളും പ്രധാന വാതിലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക, നിങ്ങളുടെ ഒരാളിൻ്റെ ഫ്രണ്ട് ഇപ്പം എവിക്ഷനിൽ നിന്ന് മുക്തി നേടി ഹൗസിലേക്ക് വരുന്നതാണെന്ന്. അങ്ങനെ ആര്യനും അനുമോളും പ്രധാന വാതിലിലും ബാക്കിയുള്ളവർ വരാന്തയിലും നിൽക്കുന്നു. അങ്ങനെ ഈ വീക്കെൻഡിലെ എവിക്ഷനിൽ നിന്ന് മുക്തി നേടി ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു കയറിയിരിക്കുന്ന ആദിലയാണ്. ബിഗ് ബോസ് ഹൗസിൽ നിന്നും എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുന്നത് ജിസേൽ തക്കറാളാണ്. വളരെ വൈകാരികമായ രംഗങ്ങളാണ് ഹൗസിൽ നിന്ന് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.